ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുക്കുമായിരിക്കും അല്ലേ? എല്ലാവരും ബാക്ക് ടു നോർമൽ ലൈഫിലോട്ടായി, എല്ലാവരും ജോലിക്കെല്ലാം പോയി തുടങ്ങി. ഞാൻ ആമസോണിൽ നിന്നൊരു പ്രോഡക്റ്റ് വരുത്തിയിട്ടുണ്ടായിരുന്നു ഓണത്തിന് മുന്നേ. ഇപ്പോഴാണ് ടൈം കിട്ടിയത്. മറ്റൊന്നുമല്ല, ഒരു വെജിറ്റബിൾസിൻ്റെ സീഡ്സിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൽ 45 വെറൈറ്റീസ് ഓഫ് സീഡ്സാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിന് 239 ആയിരുന്നു ഇതിൻ്റെ കോസ്റ്റ്. അപ്പോൾ എല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ് സീഡാണ്. ഞാൻ നേരത്തെ ഹൈബ്രിഡ് വെറൈറ്റി സീഡ്സ് വരുത്തിയിട്ടുണ്ട്. അതിലെനിക്ക് നല്ല ഈൽഡ് ഉണ്ടായിട്ടുണ്ട്. ഇത് 3 കളറ് ക്യാപ്സിക്കമാണ്. ഇത് ഞാൻ സിംഗിളായിട്ട് മേടിക്കാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതെനിക്ക് കുറച്ചും കൂടി വർത്താണെന്ന് തോന്നി. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഇന്ന് നമുക്കൊന്ന് നടാം. അപ്പോൾ ഇത് നമ്മുടെ ഓർഗാനിക് കമ്പോസ്റ്റാണ്. ഇതിൽ നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റും ഫുഡ് വേസ്റ്റും അതിനോടൊപ്പം കൊക്കോ പീറ്റും കൂടി യൂസ് ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കമ്പോസ്റ്റാണ്. ഇതിലാണ് ഞാനിന്ന് ഇത്രയും സീഡ്സ് സോ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ നേരത്തെയൊക്കെ ചെടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്ന പഴയ പോട്ട്സാണ്, കുഞ്ഞു കുഞ്ഞു പോട്ട്സാണ്. ഇതിലാണ് ഞാനിന്ന് ഈ സീഡ്സ് എല്ലാം ഇന്ന് നടാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ക്യാപ്സിക്കമാണ് ഫസ്റ്റ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റെഡ് ക്യാപ്സിക്കം, ഇതിൽ 5 സീഡാണുള്ളത്. പക്ഷേ നല്ല ക്വാളിറ്റി സീഡായതുകൊണ്ട് തന്നെ 5 തന്നെ ഇനഫാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ ഒരു ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ സീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ആക്രിലിക് പെയിൻ്റാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത്രയും വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഉള്ളത് കൊണ്ട് തന്നെയും ഇതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ ഈ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് അതിൽ പോട്ടിലൊന്ന് ഏത് വെറൈറ്റി ആണെന്നുള്ളതൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. RC4 റെഡ് ക്യാപ്സിക്കം. അതിനുശേഷം നമ്മൾ യെല്ലോ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. സെയിം പ്രോസസ്സിൽ തന്നെ നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ യെല്ലോ ക്യാപ്സിക്കം പിന്നെ ഷോർട്ടായിട്ട് YC എന്ന് കൊടുത്തു. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാലൻസ് ഉള്ള എല്ലാ സീഡ്സും നട്ടു കൊടുക്കാം. ഗ്രീൻ ക്യാപ്സിക്കം അതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രോത്ത് വന്നതിന് ശേഷം നമുക്ക് റീപോർട്ട് ചെയ്യാൻ നേരത്ത് കുറച്ചും കൂടി ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതാണോ നമുക്ക് ഏത് കണ്ടെയ്നറാണ് ഉള്ളത് അതിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ടൊമാറ്റോ, പിന്നെ ഇതാ ഇവിടെ ബ്രിഞ്ചോൾ ഞാൻ ഇവിടെ നടുന്നത് നമ്മുടെ ബിരിയാണിയൊക്കെ വരില്ലേ ആ കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിലാകുമ്പോൾ നമുക്ക് കുറച്ച് അധികം ഇങ്ങനെ സീഡ്സ് സോ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബ്രിഞ്ചോൾ, പിന്നെ ഹോട്ട് പെപ്പർ, ഇത് നമ്മുടെ മുളകാണ്, എരിവുള്ള മുളക്. പിന്നെ വന്നിട്ട് ലേഡീസ് ഫിംഗർ, അതും നമുക്കിതുപോലെ ചെയ്യാം. ഇപ്പോൾ എനിക്ക് പൊതുവേ കൃഷി ഇഷ്ടമുള്ള ആളാണ്. കാരണം നമുക്ക് വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ് കൃഷി എന്ന് പറയുമ്പോൾ. നമ്മൾ നട്ട് വളർത്തിയ ഒരു പ്ലാന്റിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ഭയങ്കര മെൻ്റലി നമുക്ക് ഭയങ്കര ഒരു തൃപ്തി ഫീൽ ചെയ്യും. പിന്നെ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ചെടികളും വെജിറ്റബിൾസും ഒക്കെ നിൽക്കുന്നിടത്തൊക്കെ പോകാൻ നമുക്ക് വലിയ ഇഷ്ടം തോന്നും. മനസ്സിന് വല്ലാത്തൊരു എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് ഈ കൃഷിയും ചെടികൾ ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ചീരയാണിത്. പിന്നെ ഇത് ക്യാബേജ് ഞാൻ ആദ്യമായിട്ടാണ് നടുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു നടീൽ രീതി എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇതൊരു സയൻറ്റിഫിക് രീതിയിലൊന്നും അല്ല ഞാൻ നടുന്നത്. അപ്പോൾ ഇതിലൊരുപാട് മേ ബി ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവാം. പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം. നമ്മളെങ്ങനെ മണ്ണിൽ ഒരു ഫെർട്ടിലിറ്റി ഉള്ള മണ്ണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നട്ടാലും ഈൽഡ് ഉണ്ടാവും എന്നുള്ളൊരു ഉദ്ദേശമാണ് എനിക്കുള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.